നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. PF ആനുകൂല്യം ലഭിക്കാൻ വർഷങ്ങളോളം PF ഓഫീസിൽ കയറിയിറങ്ങിയ ശിവരാമന്റെ ജീവിതത്തിന് കണ്ണീർ പരിസമാപ്തി. 2 വർഷത്തിലധികം ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും രേഖകളെല്ലാം സമർപ്പിച്ചിട്ടും PF അധികൃതർ ശിവരാമന് മുന്നിൽ കണ്ണടച്ചതോടെ മനം നൊന്തായിരുന്നു ആത്മഹത്യ. അർബുദബാധിതനായി ചികിത്സ നടത്തുവാൻ കഷ്ടപ്പെടുമ്പോഴും കിട്ടാനുള്ള പണത്തെ ഓർത്ത് വേദനയിലായിരുന്നു ശിവരാമൻ. തന്റെ അവസ്ഥ ബോധിപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥ വൃന്ദം മുഖം തിരിച്ചതോടെയാണ് ശിവരാമനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്. 5 വർഷം മുൻപാണ് പേരാമ്പ്ര അപ്പോളോ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരനായ ശിവരാമൻ വിരമിച്ചത്. 30 വർഷത്തോളം ജോലി ചെയ്തെങ്കിലും അവസാനത്തെ കുറച്ചു വർഷത്തെ സർവീസ് കാലയളവിൽ മാത്രമേ PF ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. ആകെ 80,000 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കലൂരിലെ PF ഓഫീസിലെത്തിയെങ്കിലും പണം ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത് അഭയം പ്രാപിക്കുകയായിരുന്നു. ചാലക്കുടി പേരാമ്പ്ര പണിക്കവളപ്പിൽ വീട്ടിൽ PK ശിവരാമനാണ് പണം ലഭിക്കാത്തതിൽ നിരാശനായി മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഇദ്ദേഹം PF ഓഫീസിലെത്തിയത്. പണം ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ ഓഫീസിന്റെ താഴത്തെ നിലയിലെ ശൗചാലയത്തിൽ കയ്യിൽ കരുതിയ വിഷം കഴിക്കുകയായിരുന്നു. ഓഫീസ് ജീവനക്കാർ ഉടൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായതിനാൽ ചേരാനെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച പുലർച്ചെ 5ഓടെയായിരുന്നു മരണം. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. 5 വർഷം മുൻപ് ജോലിയിൽ നിന്നും വിരമിച്ചു. തുടർന്ന് PFനുള്ള നടപടികൾ തുടങ്ങി. അർബുദം പിടിപെട്ട് 3 വർഷത്തോളം ചികിത്സയിലുമായിരുന്നു. രോഗം അല്പം ശമിച്ചപ്പോഴാണ് PF ആനുകൂല്യം ലഭിക്കാനായി ശ്രമം തുടങ്ങിയത്. അപേക്ഷ നൽകിയെങ്കിലും പേരിലെ ഇൻഷ്യലിലെ വ്യത്യാസവും PF രേഖയിലും ആധാർ കാർഡിലെയും വ്യത്യസ്ത ജനന തീയതി തിരുത്തുവാനും PF അധികൃതർ ആവശ്യപ്പെട്ടതായി ശിവരാമന്റെ മക്കൾ പറഞ്ഞു. തുടർന്ന് നോട്ടറിയിൽ നിന്നുമുള്ള സത്യവാങ്മൂലവും ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നുമുള്ള സത്യവാങ്മൂലവും സമർപ്പിച്ചു. PF രേഖകളിൽ നൽകിയ ജനന തീയതിയും മാറ്റി സമർപ്പിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നതിനാൽ ഇവ തള്ളുകയായിരുന്നുവെന്നും ശിവരാമന്റെ മക്കൾ പറഞ്ഞു. PF ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ നോർത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മരണത്തിന് ഉത്തരവാദികൾ PF അധികൃതരാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ശിവരാമന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ചതായും പോലീസ് പറയുന്നു. ഉത്തരവാദിയായ ഉദ്യോഗസ്ഥന്റെ പേരും കത്തിലുള്ളതായിട്ടാണ് വിവരം. 2019 അപേക്ഷ മടക്കിയ ശേഷം ശിവരാമനെ ഓഫീസിൽ കണ്ടിട്ടില്ല എന്നാണ് PF അധികൃതർ പറയുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. ശിവരാമന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം ശിവരാമന് PF ലഭിക്കാതിരുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച ഉണ്ടായതായി പ്രാഥമിക അന്വേഷണത്തിൽ കാണുന്നില്ല എന്നാണ് റീജിയണൽ PF കമ്മീഷണർ രോഹിത് ശ്രീകുമാരൻ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചുള്ള ആഭ്യന്തര അന്വേഷണം നടന്നു വരികയാണ്. ശിവരാമന്റെ മരണം PF ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മകമായ സമീപനത്തിന്റെ ഫലമാണെന്നും കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ EPF മെമ്പേഴ്സ് ആൻഡ് പെൻഷൻസ് ഫോറവും TJ വിനോദ് MLA നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളും PF ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. അവിടെയും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. സ്വാധീനമുള്ളവരല്ലേ? അവർക്ക് നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ട ശിവരാമന് പണം നേടിക്കൊടുക്കാമായിരുന്നില്ലേ? അത് ചെയ്യാതെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് എത്ര ധരണയും മാർച്ചും നടത്തിയിട്ട് എന്ത് കാര്യം?